എന്നെ അങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ LDF എന്ന ഒരു കാലൂരി, പിന്നെ വിരലൂരി, കയ്യൂരി. വീടിന്റെ മുന്നിലല്ല പോസ്റ്റർ, എന്റെ പറമ്പിലാണ്. ആ ബോർഡ് വെച്ചിരിക്കുന്നത് എന്റെ പറമ്പിലാണ്. പോയി വെക്കൂ. കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, റോഡ് കൺജസ്റ്റഡാ. അപ്പോൾ അവിടെ വെച്ചോട്ടെ, അവർക്ക് വെക്കാലോ. ഞാൻ ഈ വിമർശനം എനിക്കെതിരെയുള്ളൊരു വിമർശനമാണല്ലോ, അത് എന്റെ പറമ്പിൽ തന്നെ കിടക്കട്ടെ. അൻവറിനൊപ്പം പാർട്ടിയിൽ ഒരു പാർട്ടി മെമ്പർ പോലും ഉണ്ടാവില്ല. അൻവറിന് ഒരു നാവേ ഉള്ളൂ എങ്കിൽ പാർട്ടിക്ക് ലക്ഷം നാവുണ്ടെന്നാണ് EN മോഹൻദാസ് പറയുന്നത്. അവരെങ്ങനെ നേരിടാൻ കഴിയും? അപ്പോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പോസ്റ്റ് ഇടണല്ലോ. ആ പോസ്റ്റിനടിയിൽ കമന്റ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം. അത് നോക്കിയാൽ മതി. അത് അതിന് അറിയാത്തോണ്ടാ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൈക്കെടുത്ത് ഇനി പറയാൻ പോകുന്നത്, ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടി സഖാക്കളും താഴേക്കടയിലുള്ള പാർട്ടി സഖാക്കളും താഴേക്കടയിൽ ലീഡർഷിപ്പ്. ഒരു തർക്കമില്ല. ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അതിനൊരു തർക്കമില്ല. അതിൽ ആ സ്റ്റേറ്റ്മെന്റിലൊന്നും ഒരു മാറ്റമില്ല. അനുഭവങ്ങളാണ് പറയുന്നത്. ആസൂത്രണം ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പി രാജി പറയുന്നത്. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ പൊന്നുമാർ ആസൂത്രണം ചെയ്ത് നടത്തുന്നതാണ് എന്നാണ് ഇപ്പൊ പി രാജി പറയുന്നത്. പറയണ്ടോ എഴുതിയിട്ടുണ്ടോ? അല്ല, എനിക്ക് നീ കുറെ കാര്യം വേറെയും പറയണ്ട്. പറഞ്ഞോ? പി രാജി പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. ഞാനൊന്ന് കാണട്ടെ, നമുക്ക് നോക്കാന്ന്. BJPക്ക് അനുകൂലമായ പ്രചാരണം. അല്ല, ഈ മുറ്റത്ത് കുറെ ആൾക്കാരെ കാണുന്നില്ല നിങ്ങള്. ഈ 4 ആളെ പിന്തുണ മതിയല്ലോ നമുക്ക്. BJPക്ക് അനുകൂലമായ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്റെ ഡ്രൈവറെ പിന്തുണ മതി അല്ലേ? ഈ സംഗതി എഴുതണമെങ്കിൽ എന്റെ കൂടെ എന്റെ സ്റ്റാഫിന്റെ പിന്തുണ മതി. പിന്നിപ്പോ ഈ വീടിന് സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 15-20 ദിവസമായി. മനസ്സിലായോ? എന്റെ ഭാര്യ മക്കൾ ഒറ്റക്ക ഈ 100 കൊല്ലം പഴക്കൽ ഈ വലിയൊരു വീട്ടില് ഇവിടെ ഒരു ഗേറ്റ് അടക്കള. നിങ്ങൾ കണ്ടല്ലോ. ഇവർക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തണം, ഭീഷണിയാണ്. ഇതുവരെ ഒരു മറുപടി പോലും ഇല്ല. മറുപടി എന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോ എന്റെ 2 പോലീസുകാരുണ്ട്. നാളെ രാവിലെ പിൻവലിക്കുമെന്ന് അറിയില്ല. കാരണം അത് കാച്ചണമെങ്കിൽ ഒരു കൂടി വേണ്ടല്ലോ. ഇനി പിന്നെ ഞാൻ തോക്കിന് കൊടുത്തിട്ടുണ്ട്. ആ തോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പ് ഇപ്പം എനിക്കില്ല. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും. ഒന്നുമില്ലെങ്കിലും ആ ചാപ്പുണ്ടല്ലോ, അത് ഈ ശരീരത്തിൽ പിടിക്കൂല. മറ്റത് പിടിക്കും. ആ 6 കാര്യത്തിൽ പിടിക്കും. അത് ചെയ്തോട്ടെ. അത്ര അതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ആ സാധനങ്ങൾക്ക് തരുന്നുണ്ട്. മാഷെ, നമ്മളൊന്ന് കൊണ്ടോട്ടി പോവാ. ഇതെല്ലാം കൂടെ തന്നിട്ട് നിങ്ങൾ എന്താക്കാനാ? ഇല്ല, ഇന്ന് നമ്മൾ കൊണ്ടോട്ടിയാ പുറത്തു വിടുന്നു. ജനങ്ങളൊന്ന് കാണട്ടെ. സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. ഈ തീവണ്ടി ഇങ്ങനെ പോകും. അത് ജനങ്ങളെ കണ്ടിട്ടില്ല. തീവണ്ടിയാ. അതിൽ കയറേണ്ടവർക്കൊക്കെ കയറാം. എല്ലാ ബോഗിയും ഫ്രീയാ. ഇനി ഒന്നുമില്ലേ, നേരെ ഷെഡ് കൊണ്ടേ നിർത്തി താക്കോല് വിരിയിട്ട് ഞങ്ങൾ പോകും. ഇത്രേ ഉള്ളൂ. മറ്റ് MLA-മാരിൽ നിന്ന് താങ്കളെ വ്യത്യസ്തനാക്കിയിരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് മറുപടി നൽകി. അതിലേക്ക് പിന്നിൽ CPM-ന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിരുന്നു സൈബർ സഖാക്കൾ. ഇനി അവരുണ്ടാവില്ലല്ലോ. അപ്പോൾ പുതിയൊരു സോഷ്യൽ മീഡിയ ടീമിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനല്ല, ഭാര്യ മക്കളെ ഏൽപ്പിച്ച് എഴുതാനും എഴുതും. അല്ല, ആരെയും എഴുതണ്ടേ? സൈബർ സഖാക്കൾ പോലെ എഴുതിക്കോളും. അതൊന്നും പ്രശ്നമില്ല. മനസ്സിലാവും. അതൊക്കെ അങ്ങനെ പോകും. ആർക്കതിൽ പേടിയുന്നു? ഞാൻ പണ്ടേ പറഞ്ഞു, എന്നെ മഹാത്മാഗാന്ധിയാക്കണ്ടായി. എൻ്റെ ജീവിതമായിട്ട് തുറന്ന പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മടിയിൽ കനമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്ന് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സാധാ സീത നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. എനിക്കെന്തിനാ ഭയപ്പെടാൻ? എന്തിനാ പേടിക്കാനാണ് നിൽക്കുന്നത്? ഒന്നുമില്ല. ആ വക സർക്കസ് സെറ്റിൻ്റെ അടുത്ത് ആരും വരണ്ട. ഇതൊന്നുമില്ലാത്ത കാലത്തും ഇതിലേറെ ശത്രുക്കളില്ല കാലത്തും ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അത് ഇനിയും ആയുസിനും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും. എന്നൊരു തർക്കമില്ല. ഇന്നലെ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് ആരെങ്കിലും ഒരു വലിയ പോസ്റ്റിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ മറ്റൊക്കെ ആയിട്ട് ഇതിന് സാധ്യത വെച്ച് വിളിച്ചിട്ടാണ്? ഇന്നലെ അത് കഴിഞ്ഞിട്ടോ? ഒരാളും വിളിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ വിളിച്ചിട്ടില്ല. അതിന് വിളിച്ചിട്ടില്ല. എല്ലാവർക്കും വണക്കം. അറിയില്ല. ഞാനിപ്പോ നിങ്ങളെ പോലെ ഗ്യാലറിയില്ല.
മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ CPM നേതൃത്വം? അല്ല, പൊതുവായിട്ട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുത് എന്ന അർത്ഥത്തിലൊന്നും പറഞ്ഞില്ല. പൊതുവായിട്ട് നിങ്ങളിതൊന്ന് നിർത്തിയാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്താ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത്? ഗോവിന്ദ മാഷോ പറയട്ടെ, സെക്രട്ടറി ഇത് പറയാതിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കത് പിരിച്ചുവിടാം. എപ്പോഴും അങ്ങോട്ട് പോകും. അപ്പൊ ലാൽ സലാം കൊണ്ടോട്ടിക്ക് എവരിബഡി. കൊണ്ടോട്ടി 5 മണിയാക്കാം. ഇന്ന് രാവിലത്തെ പരിപാടി കുറച്ച് വെയിലാറിക്കോട്ടെ.